സജു ചാമക്കാലയിലേക്ക് കൂടി മടിവാളയിലാണുള്ളത്. സജു, ഇപ്പോൾ എങ്ങനെയാണ് ബംഗളൂരുവിലും ഇതുപോലെ തന്നെ ഹോട്ടലുകളിലൊക്കെ വലിയ പ്രതിസന്ധിയിലാണ് എന്ന റിപ്പോർട്ടുകൾ നമ്മൾ ഇന്നലെ മുതലൊക്കെ കണ്ടതാണ്. ഏറ്റവും പുതിയ സാഹചര്യം എങ്ങനെയാണ്? അനുജ, തീർച്ചയായിട്ടും വലിയ പ്രതിസന്ധിയാണ് ബംഗളൂരുവിനെ സംബന്ധിച്ച്. ഞാനിപ്പോൾ നിൽക്കുന്ന മടിവാളയിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മടിവാള മലയാളികൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. നിരവധി മലയാളി റെസ്റ്റോറന്റുകളുള്ള സ്ഥലമാണ്. എന്നാൽ എനിക്ക് മുന്നിൽ കാണുന്ന ഈ മലബാറി മക്കാനി എന്ന് പറയുന്ന കട അടച്ചിട്ടൊരു കടയാണ്. ആ കടയുടെ ഓണറാണ് ഇദ്ദേഹം. അദ്ദേഹം പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് തങ്ങൾ അനുഭവിച്ചതെന്നും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ പ്രശ്നം ഉണ്ടായത്, പക്ഷേ ഇത് വളരെ വേഗത്തിലേക്ക് ബാധിച്ചു. കഴിഞ്ഞ 2 ദിവസമായിട്ടാണ് ഇത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായത്. ഈ ഇദ്ദേഹത്തിന് ഇപ്പോൾ 4 കടയാണുള്ളത്. 4 കടയിൽ 2 കടയും അടച്ചിടുന്ന ഒരു സാഹചര്യത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര കടകളാണ് നിങ്ങൾക്കുള്ളത്? 4 ബാംഗ്ലൂർ 4 ഷോപ്പ്. അതിലിപ്പോൾ 2 അടവിലാണ് അടച്ചിട്ടിരിക്കുന്നത്. ഗ്യാസിന്റെ ലഭ്യത കുറവാണ്. വളരെ ഒരാഴ്ചയായിട്ട് വിതരണമില്ല. ഇവിടെ വിതരണമില്ല. അനുജ, അത് തന്നെയാണ്. അതായത് 4 കടകളുള്ളതിൽ 2 കടകൾ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. മലയാളിയാണ്. ഈ ധാരാളം മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. നിരവധിയായിട്ടുള്ള മലയാളി റെസ്റ്റോറന്റുകളുള്ള സ്ഥലമാണ്. പക്ഷേ ഇവിടുത്തെ സ്ഥിതി വളരെ മോശമായി തുടരുകയാണ്. വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ ജനങ്ങൾ അനുഭവിക്കുന്നത്. അതാണ് മലയാളികളൊക്കെ കൂട്ടത്തോടെ പാർക്കുന്ന മടിവാളയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് സജു നൽകിയത്. മേഘന മുരളിയിലേക്ക് കൂടി. മേഘനയുള്ളത് തിരുവനന്തപുരത്താണ്, നമ്മുടെ തലസ്ഥാനത്താണ്. മേഘന, എന്താണ് തലസ്ഥാനത്തെ സാഹചര്യം? അനുജ, തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലുള്ള കോഫി ഹൌസിലാണുള്ളത്. അതിൽ ഇവിടുത്തെ ഒരു പാചകവാതക പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയതിലും അപ്പുറത്തേക്കാണ് എന്നുള്ളതാണ്. തലസ്ഥാനത്ത് തന്നെ 10% ഹോട്ടലുകളാണ് മുഴുവനായും അടച്ചുപൂട്ടിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കോഫി ഹൌസിലും ഇന്നലെ രാവിലെ തന്നെ സിലിണ്ടറുകളെല്ലാം സ്റ്റോക്കിലുള്ള സിലിണ്ടറുകളൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ മുഴുവനായും ഈ ഹോട്ടൽ വിറകടുപ്പിലേക്ക് മാറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറച്ചു നേരം നിൽക്കുമ്പോൾ തന്നെ അതിന്റെ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാകുന്നുണ്ട്. മാത്രമല്ല, ഇവിടെ അരി ആഹാരം ഇപ്പോൾ ലഭ്യമല്ല. ഇവിടെ ഈ പൂരി അടക്കമുള്ള ചപ്പാത്തി അടക്കമുള്ള ഐറ്റമാണ് ഇപ്പോൾ വിൽപ്പനയ്ക്കായി അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ്. മറ്റു വിഭവങ്ങൾ എല്ലാം മെനു ഒക്കെ വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. മുഴുവനായും വിറകടുപ്പിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടാതെ പുറത്തൊക്കെ ഈ വിറക് കൂടുതൽ സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ജീവനക്കാർക്കും അതുപോലെ തന്നെ ഇവിടെ തൊഴിലാളികൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ട്. ചായ അടക്കം വിറകടുപ്പിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളത് ഇവിടെയുള്ളവർ പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് നാളെ ആവുന്നതോറും കൂടി കുറച്ചുകൂടി ബുദ്ധിമുട്ടിലേക്ക് പോകുമെന്നുള്ളതാണ് ഈ കോഫി ഹൌസിൽ നിന്ന് തൊഴിലാളികൾ പറയുന്നത്. അതാണ് പലയിടത്തും വിറകടുപ്പിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ ദൃശ്യങ്ങളിൽ കോഫി ഹൌസ്, തിരുവനന്തപുരത്തുള്ള കോഫി ഹൌസ് ആണ്. അവിടെ നിന്ന് തത്സമയ വിവരങ്ങൾ നൽകുകയായിരുന്നു. വിറകടുപ്പിലേക്ക് മാറിയിരിക്കുന്നു. അടുത്ത ദിവസങ്ങളിലൊക്കെ എങ്ങനെയാകുമെന്നത് അറിയില്ല. ഇപ്പോൾ പെട്രോളിയം മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത് 60% LPG നമ്മൾ ഇറക്കുമതി ചെയ്യുന്നതാണ്. അത് ഹോർമുസ് കടലിടുക്ക് വഴി വരുന്നുണ്ട്. 90% എന്നുള്ളതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. ഇപ്പോൾ ദുഷ്കരമായ സാഹചര്യമുണ്ട്. പക്ഷേ ഗാർഹിക ഉപയോക്താക്കൾക്ക് LPG നൽകാനുള്ള എല്ലാ ശ്രമങ്ങളും ഉറപ്പാക്കുന്നുണ്ട് എന്ന് പെട്രോളിയം പ്രകൃതിവാതക ജോയിന്റ് സെക്രട്ടറി അറിയിച്ചിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.